പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ PSC ചെയർമാനെതിരെ ലോക്ഭവൻ നീക്കം. ചെയർമാനെതിരായ നടപടികൾക്ക് നിയമോപദേശം തേടി. ലോക്ഭവനിലെ അറ്റ് ചടങ്ങിലേക്കും ക്ഷണിച്ചില്ല. ആദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിലെ ചായ സൽക്കാരത്തിൽ ചെയർമാനെയും അംഗങ്ങളെയും ക്ഷണിക്കാതിരുന്നത്. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനുരു, എന്തായാലും ന്യൂസ് മലയാളമാണ് ഈ PSC ക്രമക്കേട് പുറത്തേക്ക് കൊണ്ടുവരികയും അതിൽ വലിയ അന്വേഷണത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുകയും ചെയ്തത്. ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ലോക്ഭവന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ലോക്ഭവൻ നടപടി? അനുരു, വിശദാംശങ്ങൾ നൽകാം. പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ PSC ചെയർമാനെതിരെ ആണ് ലോക്ഭവന്റെ നീക്കം. ചെയർമാനെതിരായ നടപടികൾക്ക് നിയമോപദേശം തേടി. ലോക്ഭവനിലെ അറ്റ് ചടങ്ങിലേക്കും ക്ഷണിച്ചില്ല. ആദ്യമായാണ് സ്വാതന്ത്ര്യദിനത്തിലെ ചായ സൽക്കാരത്തിൽ ചെയർമാനെയും അംഗങ്ങളെയും ക്ഷണിക്കാതിരിക്കുന്നത്. ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ വാർത്ത ആദ്യമേ പുറത്തേക്ക് വരുന്നത്. PSC ക്രമക്കേട്, വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളത്. അതിൽ ഇപ്പോൾ തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള അന്വേഷണം അടക്കം വരുന്നു. PSC ചെയർമാൻ അടക്കം പ്രതിക്കൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ലോക്ഭവന്റെ നീക്കം. അനുരു, വിശദാംശങ്ങൾ നൽകാം. ഈ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ PSCയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു PSC ചെയർമാനെതിരെ ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. അതായത് PSC ചെയർമാനെ പുറത്താക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അത്തരം നടപടികളിലേക്ക് ലോക്ഭവൻ കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഭാഗമായി PSC ചെയർമാനെതിരെ നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായി ലോക്ഭവൻ നിയമോപദേശം തേടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഓഗസ്റ്റ് 15-ന് ലോക്ഭവനിൽ നടക്കുന്ന മീറ്റ് ഹോം പരിപാടിയിൽ പോലും കഴിഞ്ഞ ദിവസം PSC ചെയർമാനെയും അംഗങ്ങളെയും ക്ഷണിക്കാത്തത് ഇതിന് പിന്നിൽ ഈ ഒരു കാരണമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് PSC അംഗങ്ങൾക്കും ചെയർമാനും ഗവർണർ നൽകുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകുന്ന ഈ ഒരു സൽക്കാരത്തിൽ നിന്ന് ചെയർമാനെയും അംഗങ്ങളെയും ഒഴിവാക്കുന്നത്. നമുക്കറിയാം, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനാധികാരി ഗവർണർ ആണെങ്കിലും ഇവരെ പുറത്താക്കാനോ ഉള്ള അധികാരം അത് രാഷ്ട്രപതിക്കും സുപ്രീം കോടതിക്കുമാണ്. സ്വാഭാവികമായി ഇതിന്റെ നടപടികളാണ് ഇപ്പോൾ ഗവർണർ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവർണർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നിയമോപദേശം ലഭിച്ചാൽ ഉടനെ തന്നെ രാഷ്ട്രപതിക്ക് കൈമാറും. ഈ ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതി അത് സുപ്രീം കോടതിക്ക് കൈമാറേണ്ടതുണ്ട്. തുടർന്ന് PSC ചെയർമാനെതിരെ സുപ്രീം കോടതി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണം. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറിക്കൊണ്ട് ആ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുകയും അതിൽ PSC ചെയർമാനെതിരെ നിയമസഭാ അംഗങ്ങൾ ഭൂരിഭാഗവും എതിരായി അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മാത്രമാണ് PSC ചെയർമാനെ അല്ലെങ്കിൽ അംഗങ്ങളെ പുറത്താക്കാൻ സാധിക്കുന്നത്. അതേസമയം ഗവർണർക്ക് വേണമെങ്കിൽ PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്യാം. ആ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് അദ്ദേഹം PSC ചെയർമാനെതിരെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും രാഷ്ട്രപതി അത് സുപ്രീം കോടതിക്ക് കൈമാറുന്ന ഒരു ഘട്ടത്തിൽ തന്നെ അന്വേഷണ വിധേയമായി വേണമെങ്കിൽ ഗവർണറിന് PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്തു നിർത്താനുള്ള ഒരു അധികാരമുണ്ട്. അതിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാം, ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ പുറത്തു നിൽക്കണം, മറ്റ് കമ്മീഷൻ നടപടികളിൽ ഇടപെടാൻ പാടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ ഗവർണർക്ക് PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്യാൻ ഉള്ള അധികാരമുണ്ട്. അതേസമയം PSC ചെയർമാനെയോ അല്ലെങ്കിൽ അംഗങ്ങളെയോ പുറത്താക്കണമെങ്കിൽ അവിടെ രാഷ്ട്രപതിയുടെയും അതുപോലെ തന്നെ സുപ്രീം കോടതി നയിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷന്റെയും റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ LDF സർക്കാരാണ് PSC ചെയർമാനായ MR ബൈജുവിനെ നിയമിക്കുന്നത്. UDF സർക്കാരിനെ സംബന്ധിച്ച് MR ബൈജുവിനോട് അത്രത്തോളം താല്പര്യമില്ല. അധികാരമേറ്റ് 3 മാസം കഴിയുമ്പോഴും മുഖ്യമന്ത്രി MR ബൈജുവിനെ ഇതുവരെയും കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അത്തരം നടപടികളും ആദ്യമായാണ്. ഒരു PSC ചെയർമാനെ പോലും മുഖ്യമന്ത്രി കാണാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ആദ്യമാണ്. ഈ 3 മാസമായിട്ടും PSC ചെയർമാൻ പലതവണ അദ്ദേഹത്തോട് സന്ദർശനത്തിന് സമയം ചോദിച്ചെങ്കിലും മുഖ്യമന്ത്രി അതിന് തയ്യാറായിട്ടില്ല. പ്രധാന കാരണം ന്യൂസ് മലയാളം അടക്കം പുറത്തുവിട്ട ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. സർക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഒരു ആസൂത്രണ ബോർഡിലെ പരീക്ഷാ തട്ടിപ്പിലടക്കം മുഖ്യ കേന്ദ്രം PSC ചെയർമാൻ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇന്റലിജൻസ് അടക്കമുള്ളവർ അത്തരത്തിലൊരു വിവരമാണ് സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതുവരെയായിട്ടും PSC ചെയർമാനെ കാണാൻ കൂട്ടാക്കാത്തത്. എന്നാൽ ലോക്ഭവനിൽ 2-3 ദിവസം മുമ്പ് PSC ചെയർമാൻ എത്തിയിരുന്നു. ഗവർണറോട് തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ ഭൂരിഭാഗം പരാതികളും വ്യാജമാണ്, അതിൽ അടിസ്ഥാനരഹിതമാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ MR ബൈജു
അദ്ദേഹം ഗവർണറോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത്തരം നടപടികളിലേക്ക് അല്ലെങ്കിൽ ആ ബൈജുവിന്റെ വാക്കുകൾ ഗവർണർ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മീറ്റ് ഹോം പരിപാടിയിലടക്കം അദ്ദേഹത്തെയും അല്ലെങ്കിൽ PSC അംഗങ്ങളെയും ക്ഷണിക്കാതിരിക്കുന്നത്. ചെയർമാൻ അടക്കം 16 അംഗങ്ങളാണ് ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ PSCയിലുള്ളത്. ഈ 16 അംഗങ്ങളെയും അദ്ദേഹം തന്റെ ഒരു സൽക്കാര ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി പകരം ഈ ചെയർമാനെതിരെ നടപടികൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് ലോക്ഭവൻ ഇപ്പോൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. സ്വാതി. ഓക്കെ അനിരു, എന്തായാലും ലോക് ഭവനും PSC ചെയർമാനെതിരെ നടപടിക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ആ വിവരങ്ങളാണ് അനിരു നൽകിയത്.